വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും പിന്നെ മറ്റുള്ളവരെ ഒരു നുള്ളു പോലും ബോറടിപ്പിക്കാതെ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ സമ്മതിക്കാതെ ഫുള്ളായിട്ട് കാണാൻ പാകത്തിൽ മനോഹരമാക്കി വീഡിയോ ചെയ്യുന്നതൊക്കെ ഒരു സ്കില്ല് തന്നെയല്ലേ. ഞാൻ കുറേ വീഡിയോസ് കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ ഇനിയും കുറേ സമയം താണ്ടേണ്ടിയിരിക്കണോ എന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നാലും ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ കുറച്ച് മനോഹരമായിട്ട് എസ്തെറ്റിക് എന്നൊക്കെ പറയുമല്ലോ ഇപ്പോഴത്തെ കാലത്തിൽ, അങ്ങനെ എടുക്കാനാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അധികം മുഖവരൊന്നും ഇല്ലാതെ നമുക്ക് നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂം അത് ഞാൻ എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്, എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, അതൊക്കെ ഞാൻ വഴി ഇങ്ങനെ പറഞ്ഞുതരാം കേട്ടോ. ഒരു പ്രായമൊക്കെ കഴിയുമ്പോൾ നമ്മൾ കുറച്ച് മെച്യൂർഡായി നമ്മളുടെ അടുത്തുനിന്ന് ആ ഒരു കുട്ടിയത്തൊക്കെ വിട്ടു പോകുമല്ലോ. പക്ഷെ ഞാൻ എത്ര ആട്ടി ഓടിച്ചിട്ടും ഈ സംഭവം എന്നെ വിട്ടു പോകണില്ല. അതുകൊണ്ടാണ് ഈ ഇരിക്കണ കുഞ്ഞു കുഞ്ഞു മിനിയേച്ചേഴ്സും ആ ഒരു പ്ലഷ് ടോയ്സും ഒക്കെ എൻ്റെ റൂമിൽ മസ്റ്റായിട്ട് ഉണ്ടാവും. എവിടെ തിരിഞ്ഞു നോക്കിയാലും ഒരു കുട്ടിത്തത്തിൻ്റെ എലമെൻറ്റ് എല്ലായിടത്തിലും ഉണ്ടാവും. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ഇപ്പോൾ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് പോലും തരുന്നത് ഇങ്ങനത്തെ ഐറ്റംസ് ആണ്. അപ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, എനിക്കത് ഇഷ്ടമാവുന്നവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ എൻ്റെ കുട്ടികളാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും എനിക്ക് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് വാങ്ങിച്ചു തരാറ് ഗിഫ്റ്റായിട്ട്. കാരണം മറ്റുള്ള ഗിഫ്റ്റുകളെക്കാട്ടി എനിക്ക് കൂടുതൽ അതാണ് ഇഷ്ടം. അപ്പോൾ ഈ ഒരു വുഡിൻ്റെ ഒരു ഡ്രോയർ മുമ്പും എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡെസ്ക്ടോപ്പ് ഐറ്റമാണ്. നമുക്ക് ഞാൻ മെയിനായിട്ട് വാച്ചുകളാണ് ഈസി ആയിട്ട് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡെസ്കിൽ തന്നെ ഉണ്ടാവും. അത് ഹിഡൻ ആയിട്ട് ഇരിക്കുമല്ലോ, അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം. പിന്നെ കുഞ്ഞു ഐറ്റംസ് പെട്ടെന്ന് ആവശ്യമുള്ള സംഭവങ്ങൾ, പിന്നെ പെന്ന്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇരിക്കുന്ന ഇതൊക്കെ എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയത് പിന്നെ ഞാൻ തന്നെ ശേഖരിച്ചിട്ടുള്ളതാണ്. പിന്നെ എൻ്റെ കുട്ടികൾ ഉപേക്ഷിച്ചു പോയ ബാർബികളെയും അവരുടെ ചെൽസീനെയും ഒക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതൊന്നും മുകളിൽ പോലും കയറ്റി വയ്ക്കാൻ ഞാൻ സമ്മതിക്കാറില്ല. പിന്നെ എനിക്കൊരു കറക്റ്റ് പ്ലാൻ ഉണ്ടായിരുന്നു എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ കുറേ ഡയറീസ് സൂക്ഷിച്ചതിൽ ഒരു ഡയറിയാണ് കേട്ടോ ഇത് കുറേ മുമ്പ് ഞാൻ ജോലിക്കൊക്കെ പോണതിന് മുമ്പ് ഞാനിങ്ങനെ യൂട്യൂബ് ഐഡിയാസ്, അതായത് വീഡിയോ കണ്ടൻ്റൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ഡയറി ആയിരുന്നു. പക്ഷെ ആ ഒരു ഉപയോഗം ഇതിൽ നടന്നില്ല എന്നുള്ളതാണ് സത്യം. കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ റെനോവേഷൻ എന്ന് പറഞ്ഞ് ആലോചിച്ചപ്പോൾ ഫസ്റ്റ് എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഹസ്ബൻഡ് അതാ പറയാറ്, നീ വരച്ചിട്ട് എനിക്ക് എന്നെ ആദ്യം കൺവിൻസ് ചെയ്യും, എന്നിട്ട് നമുക്ക് വേറെ ആളോട് സംസാരിക്കാം, കാർപ്പൻ്ററിനെയോ അങ്ങനെ നമുക്ക് അന്വേഷിക്കാം. അങ്ങനെ ഞാൻ കറക്റ്റ് എൻ്റെ പ്ലാന് ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, കിച്ചണിൽ എന്ത് ചെയ്യണം. അപ്പം ഇതിൽ ഫസ്റ്റ് കണ്ടത് പൂജാ റൂമിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പം എൻ്റെ മെയിനായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് പൂജാ റൂം നല്ല എന്താ പറയുക, ഇപ്പോൾ ഒക്കെ റീൽസിലൊക്കെ കാണുന്ന പോലെ വൈറ്റ് കളർ തീമിൽ അടയ്ക്കണ ടൈപ്പ് വാതിലൊക്കെയുള്ള മണിയൊക്കെ വെച്ചിട്ടുള്ളതായിരുന്നു. പക്ഷെ ഞാൻ എന്തോ ആ കാർപ്പൻ്ററിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ആൾക്ക് അത് അങ്ങേരുടെ ഐഡിയാസ് വെച്ചിട്ട് കുറേ ഭയങ്കര എക്സ്പെൻസായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഉള്ളത് അങ്ങനെ തന്നെ അനക്കാണ്ട് നമുക്ക് ഹാളിൽ അധികമൊന്നും ചെയ്യണ്ട, റൂമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. 2 റൂം കുറച്ചൊരു മാനേജബിൾ ആക്കിയിട്ട് പിന്നീട് നമുക്ക് അടുത്ത വർഷമോ അല്ലെങ്കിൽ എപ്പോഴാണോ അതിന് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല, ജസ്റ്റ് ഫിറ്റ് ചെയ്താൽ മാത്രം മതി, അവർ അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നോളും. അപ്പോൾ ഇതാണ് നമ്മളുടെ വാർഡ്രോബിൻ്റെ രണ്ടായിട്ട് നമ്മൾ 2 സ്ലൈഡിങ് ഡോറല്ലേ, അപ്പോൾ 2 ഭാഗമായിട്ട്, ഒന്ന് ഹസ്ബൻഡിനും ഒന്ന് എനിക്കും, അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ഡ്രോയർ ആ സൈഡിലും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണ് പറഞ്ഞത് എനിക്ക് മെയിനായിട്ട് ഡ്രോയറിനെക്കാട്ടി എനിക്ക് ഹാങ്ങിങ്ങാണ് കൂടുതൽ താല്പര്യം വാർഡ്രോബിൽ. അപ്പോഴാണ് നമുക്ക് എല്ലാ ഡ്രസ്സിനെ കുറിച്ചിട്ട് നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. പിന്നെ ഫുൾ ഡ്രോയർ വെക്കുന്നതും നമുക്ക് തുറക്കാനും അടയ്ക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ എൻ്റെ സെറ്റ് ഡ്രസ്സുകൾ, താഴെ എൻ്റെ ടീഷർട്ട്സ് ഇതുപോലൊരു ഓർഗനൈസറിൽ വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. ഇനിയും സ്റ്റോറേജ് ഉണ്ട്, ഇനിയും വെക്കാം. ഞാൻ കുറച്ച് മിനിമലാക്കിയിട്ട് വെച്ചു എന്നുള്ളൂ. സെയിം ഒരു ഓർഗനൈസറിൽ തന്നെ ജീൻസുകൾ ഇതുപോലെ വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് അത് എടുക്കാനൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇപ്പം ഒന്നിന് മേലെ ഒന്ന് വെക്കുമ്പോൾ ഒന്നുകിൽ നമ്മുടെ ഐ ലെവലിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ കുർത്താസും പാൻറ്റുകളും ഒക്കെ ലെഫ്റ്റ് സൈഡിൽ അറേഞ്ച് ചെയ്തേക്കണേ. പിന്നെ ഈ വെസ്റ്റേൺ വെയേഴ്സ് ഫുള്ള് ഞാൻ ഹാങ് ചെയ്തു. അതാണ് ഏറ്റവും എനിക്ക് സൗകര്യമായിട്ട് തോന്നിയത്. പിന്നെ യൂസ് ചെയ്യാത്ത ഭയങ്കര വർക്കുള്ളതും അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ഞാനൊരു സാരി ബാഗിലാക്കിയിട്ട്
ഏറ്റവും മുകളിൽ വെച്ചു. ഇത് എപ്പോഴും ഒന്നും എടുക്കണില്ലല്ലോ. അപ്പോൾ ഇതുപോലെ എനിക്ക് മിനിമലായിട്ട് എല്ലാത്തിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. അപ്പോൾ എനിക്ക് എൻ്റെ വാർഡ്രോബ് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അറേഞ്ച് ചെയ്തതും എൻ്റെ പ്ലാൻ സക്സസ്ഫുള്ളായി എന്ന് പറയാം. അപ്പോൾ ഈ ഒരു സൈഡിൽ ജസ്റ്റ് അവർ ബിൽഡർ തന്നെ നമുക്കൊരു കടപ്പാക്കൽ വെച്ചിട്ടൊരു ഷെൽഫ് ഉണ്ടാക്കി തരുമല്ലോ. അപ്പോൾ അതിന് നമ്മൾ സ്ലൈഡിങ് കൊടുത്തു എന്ന് മാത്രം, സ്പേസ് സേവിങ്ങിന്. അപ്പം അത് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, സ്റ്റോണൊക്കെ അവിടെ തന്നെ ഇരിക്കണമല്ലോ. എക്സ്ട്രാ ഈ 2 ഷെൽഫുകൾ 2 ഭാഗത്ത് നമ്മൾ കൊടുത്തു. അത് അവർ ചെയ്തു തന്നു. നമുക്ക് കുറച്ച് കൂടുതൽ സ്റ്റോറേജ് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതുപോലെ കുഞ്ഞത്, അപ്പം ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സുകൾ ഇതേപോലെ ഹൈ ലെവലിൽ വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അവിടെ തന്നെ എൻ്റെ ഒരു കുഞ്ഞൊരു മേക്കപ്പ് സംഭവങ്ങൾ, എനിക്ക് അത്രയധികം മേക്കപ്പ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് സ്ഥലം മതി. അപ്പോൾ അവിടെ എനിക്ക് ഒതുക്കാൻ പറ്റി. ഇത് ഹസ്ബൻഡ് സൈഡ്, അവിടുത്തെ പോലെ തന്നെ ഇവിടെയും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമ്മൾ വേർതിരിച്ചു. ഈ ലെഫ്റ്റ് സൈഡ് ആൾക്ക് കൊടുത്തിട്ട് റൈറ്റ് സൈഡ് ഞാൻ എടുത്തു. പിന്നെ ഇങ്ങനത്തെ കുറേ ഓർഗനൈസറിൽ നമുക്ക് ഇന്നർ വെയർ ഒക്കെ ഇടാൻ നല്ല സൗകര്യമാണ്. ഓൾമോസ്റ്റ് എല്ലാ ഇതുപോലെയുള്ള വീഡിയോസിലും നിങ്ങൾക്ക് അങ്ങനെയുള്ള അറിവുകൾ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. പിന്നെ ഇവിടെ ഒരു ലോക്കർ നമ്മൾ ഉണ്ടാക്കി. അത് ജസ്റ്റ് നമുക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സൂക്ഷിച്ച് ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പം അതാണ് നമ്മുടെ വാർഡ്രോബിൻ്റെ ഒരു അവസ്ഥ. ഇങ്ങനെയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ച് ബാഗുകൾക്ക് ഞാൻ മുകളിൽ ഇതുപോലെ അറേഞ്ച് ചെയ്തു. പിന്നീട് നമ്മൾ ബെഡൊന്നും ചെയ്തില്ല, അതായത് കോട്ടൊന്നും ചെയ്തില്ല. അതേ സെയിം ടീക്ക് വുഡ് കോട്ട് തന്നെയാണ്. നമ്മൾ ബെഡ് മാത്രം മാറ്റി. അത് നമ്മൾ വേക്ക് ഫിറ്റിൻ്റെ ഒരു ബെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കറക്റ്റായിരുന്നു നമ്മളെ പ്ലാനിങ്. എൻ്റെ പഴയ ഡ്രോയിങ് കണ്ടറിയാം. ഞാൻ ഇങ്ങനെ തന്നെയാണ് വർഷങ്ങളായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. 2 പേർക്കും ഇങ്ങനെ ആക്സസ് ആവണം, 2 സൈഡിൽ നിന്നും കയറാൻ പറ്റണം ബെഡിലേക്ക്. ഒരാൾ ഒരു മൂലയിലേക്ക് ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിന് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇപ്പോഴാണ് പൊസിഷൻ കറക്റ്റായത്. റൂമിൻ്റെ ഒത്ത നടുക്ക് ഇപ്പോഴത്തേക്ക് ഒരു ടൈപ്പിൽ വന്നു. പിന്നെ ഞാൻ ഇത് ഡ്രോയർ ഓർഗനൈസേഷൻ്റെ കുറച്ച് ക്ലിപ്സ് ഉണ്ടായിരുന്നു, ഞാൻ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തത് എന്നുള്ളത്. അപ്പം അത് ആമസോണിൽ നിന്ന് വാങ്ങാൻ കിട്ടും, ഹോം സെൻറ്ററിൽ കിട്ടും. ഇപ്പം ഞങ്ങൾ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് കുറച്ച് ഓർഗനൈസേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ട് ഞാൻ ആ ഒരു ഡ്രോയർ ഓർഗനൈസ് ചെയ്തു. അത് നല്ല സൗകര്യമായിരുന്നു എനിക്ക്. വീഡിയോ ആണ് ഒരു അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ് വന്നത്. ടി വി ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടി വി ഈ റൂമിലേക്ക് മാറ്റി. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കുറേ കാലമായിട്ട്. നമുക്ക് മൂവീസ് കാണുമ്പോൾ ഹാളിൽ AC ഇല്ലല്ലോ. അപ്പോൾ വേനൽക്കാലത്തൊക്കെ നമ്മൾ ടി വി കാണുമ്പോൾ ആലോചിക്കാറുണ്ട്, റൂമിൽ ടി വി ഉണ്ടെങ്കിൽ നമുക്ക് AC ഇട്ടിട്ട് കാണാമല്ലോ എന്നൊക്കെ. പക്ഷേ ഇത് പെട്ടെന്ന് തീരുമാനിച്ചതായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ടി വിയുടെ മോൾ ഭാഗത്ത് കുറച്ച് ഒരു വരകളൊക്കെ വരാൻ തുടങ്ങി. ഓൾറെഡി 2-3 റിപ്പയർ കഴിഞ്ഞതാണ് ടി വി. കുറേ കാലമായിട്ട് നമ്മൾ യൂസ് ചെയ്യാണല്ലോ. MIയുടെ ടി വിയാണ്, നല്ല ക്വാളിറ്റി ആയിരുന്നു. പക്ഷേ ഇപ്പം എന്താ പറ്റിയെന്ന് വെച്ചാൽ, പെട്ടെന്ന് ഈ ലൈൻ വീണപ്പോൾ നമ്മൾ ടി വി മാറ്റാമെന്ന് വിചാരിച്ചു. ദീപാവലിയുടെ ഓഫറൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പുതിയ ടി വി വാങ്ങിച്ചു. അപ്പോൾ അതുകൊണ്ട് ആ ടി വി എന്നാൽ ഫുള്ളായിട്ട് നാശമായിട്ടില്ലല്ലോ. എന്നാൽ പിന്നെ നമുക്കത് റൂമിൽ വെക്കാം. ആ ഒരു വാള് ചുമ്മാ ഒഴിഞ്ഞ് കിടക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെച്ചതാണ്. അപ്പോഴാണ് ഒരു പെർഫെക്റ്റ് റൂം ആയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഞാൻ ആ വാങ്ങിച്ച ഓർഗനൈസേഴ്സ് വെച്ചിട്ട് ഡ്രോയറൊക്കെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്തു. ഇതെന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് എൻ്റെ സപ്ലൈസ് ഒക്കെ എടുക്കണം എന്നുണ്ടാവും. അപ്പോൾ അവർക്ക് അത് ഇങ്ങനെ നോക്കിയെടുക്കാൻ എളുപ്പമാണല്ലോ. അപ്പോൾ അതുപോലെ ഈ ഒരു ഏരിയയും കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ട് ബാസ്ക്കറ്റൊക്കെ വാങ്ങിച്ച്, ഡബ്ബകളൊക്കെ വാങ്ങിച്ച് അതിൽ എല്ലാം പെർഫെക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എടുക്കണമെങ്കിൽ എല്ലാത്തിനും ഈസിയായി. പിന്നെ ഈ ഒരു ഏരിയയിൽ കുഞ്ഞു ഷോ പീസസ് വെക്കാം. അപ്പം അങ്ങനെ നമ്മുടെ റൂം ഒരു പെർഫെക്റ്റ് റൂമായിട്ടിപ്പോൾ മാറി. കളർ തീമും മാറ്റി. മുമ്പൊരു ഓറഞ്ച് കളറായിരുന്നു, മുമ്പത്തെ വീഡിയോസ് കണ്ടവർക്ക് അറിയായിരിക്കും. അപ്പോൾ അത് മാറ്റി നമ്മൾ പ്യുവർ വൈറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ക്രീം കളറാക്കി. അപ്പം ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യണം കേട്ടോ.